പോലീസ് സൂപ്രണ്ടായി സ്ഥാനക്കയറ്റം ലഭിച്ചതിന്റെ ഭാഗമായി നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ സർവീസ് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് കെ.വി. വേണുഗോപാൽ. ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ആരും ഉണ്ടാകില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. കണ്ണൂർ ASP സ്ഥാനത്തു നിന്നും കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP ആയാണ് വേണുഗോപാൽ പോകുന്നത്. അനുഭവങ്ങളുടെ തീച്ചുളയാണ് കെ.വി. വേണുഗോപാൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ സർവീസ് ജീവിതം. ഇൻസ്പെക്ടർ ആയിരുന്ന കാലത്ത് ചെയ്യാത്ത കുറ്റത്തിന് കോടതി കയറേണ്ടി വന്നു. മാനഹാനി വരെ ഉണ്ടാക്കുന്ന രീതിയിൽ വാർത്തകളും വന്നു. 12 വർഷത്തെ നിയമ പോരാട്ടത്തിലൂടെ തന്റെ നിരപരാധിത്വം തെളിയിച്ചു. കെ.വി. വേണുഗോപാൽ തന്റെ സഹപ്രവർത്തകരോട് ഇക്കാര്യം തുറന്നു പറഞ്ഞത് ദുരന്തം അനുഭവിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കായിരിക്കുമെന്ന് കൂടി പറയാനായിരുന്നു. 2002 രജിസ്റ്റർ ചെയ്തൊരു കേസ് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. 2002 രജിസ്റ്റർ, ഞാൻ സർവീസില്ലാത്ത കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്തൊരു കേസിൽ 2010 ആ കേസ് അന്വേഷണം എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ അന്വേഷണത്തിന് പോയി എന്നൊറ്റ കാരണം കൊണ്ട് ഞാൻ അനുഭവിക്കേണ്ടി വന്ന ദുരന്തം എൻ്റെ മനസ്സിൽ നിന്ന് പലപ്പോഴും മായാറില്ല. പലപ്പോൾ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ. അന്നും നമ്മളെ സംരക്ഷിക്കാനോ സഹായിക്കാനോ ഒരു സംഘടനാ പ്രവർത്തനം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ പ്രയാസമുണ്ടായിരുന്നു, മാനസിക പ്രയാസമുണ്ടായിരുന്നു. മേലുദ്യോഗസ്ഥന്മാരും പലപ്പോഴും നിസ്സഹായരായി നിൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. 354 FIR എനിക്കെതിരെ കോടതിയിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്മളെ സംശയത്തിൻ്റെ നിലയിൽ ആക്കി നിർത്തിയ മേലുദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ കാണാത്തൊരു സ്ത്രീ എനിക്കെതിരെ 354 കേസ് ഫയൽ ചെയ്തപ്പോൾ വളരെയധികം മനപ്രയാസമുണ്ടായി. പത്രത്തിൽ വാർത്ത വന്നു, മാനഹാനി ഉണ്ടായി. അതിനുശേഷം 3 കേസുകൾ എനിക്കെതിരെ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത സ്ഥിതിവിശേഷമുണ്ടായി. 2-3 സിവിൽ കേസുകൾ എനിക്കെതിരെ ഫയൽ ചെയ്ത സ്ഥിതിവിശേഷമുണ്ടായി. 10-12 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അന്ന് അനൂപ് കുരുവിള സർ കണ്ണൂർ ജില്ലയിൽ SP ആയ സമയത്തപ്പോൾ എൻ്റെ സ്വന്തം CDR, മൊബൈൽ CDR-ഉം ഈ പറയുന്ന കക്ഷിയുടെ മൊബൈൽ CDR-ഉം ഒക്കെ സംഘടിപ്പിച്ച് അന്ന് സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് അലീബി പ്രൂവ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആ കേസിൽ ഞാൻ ഒഴിഞ്ഞു പോകാൻ സാധിച്ചിട്ടുള്ളത്. ദുരന്തം അനുഭവിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥര് താങ്ങും തണലുമായി ആരും ഇല്ലാതിരിക്കുമ്പോൾ, മാനസികമായി തകർന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്ന ചില ഹൃദയബന്ധം സൂക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം ചില മേലുദ്യോഗസ്ഥന്മാരും കുടുംബവും ഒക്കെ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അവരോടൊക്കെ ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തളിപ്പറമ്പ് DYSP ആയിരുന്നപ്പോൾ കീഴാറ്റൂരിൽ ദേശീയപാത 66ന്റെ സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും വേണുഗോപാൽ തുറന്നു പറഞ്ഞു. ക്രമസമാധാനം തകർക്കാൻ പലവിധ ശ്രമങ്ങളും ഉണ്ടായി. പക്ഷേ ഒന്ന് ലാത്തി പോലും എടുക്കാതെ ആ പ്രശ്നവും പരിഹരിക്കാൻ കഴിഞ്ഞു. അവിടെ ഒരു ലാത്തി ചാർജിന്റെ പ്രതീതി ഉണ്ടായ സ്ഥലത്ത് വളരെ അല്പസമയത്തോടുകൂടി എന്താണ് സർക്കാരിന്റെ ഉദ്ദേശം, മൃദുഭാവേ ദൃഢകൃത്യേ എന്ന വാക്കുകൾ ഓർമ്മപ്പെടുത്തും വിധം അത്തരം ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ അവിടെ അളക്കാൻ വിടില്ല എന്ന് പറഞ്ഞപ്പോൾ 2 സംഘങ്ങളാക്കി നമ്മൾ അളക്കാൻ കൃത്യമായി ആളുകളെ നിയോഗിച്ച് അളന്ന് തിട്ടപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഈ ആളുകൾ എന്ത് പ്രതിഷേധമുണ്ടായ പ്രതിഷേധം വകവെക്കാതെ അവരെ അറസ്റ്റ് ചെയ്ത് കീഴ്പ്പെടുത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഒരു ചോര പോലും ചിന്താതെ ഒരു ലാത്തി പോലും, ലാത്തി ആരും എടുത്തില്ല പോലീസ് ഉദ്യോഗസ്ഥർ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ലാത്തി എടുക്കാതെ ആ സംഘർഷപരമായ അന്തരീക്ഷം വാക്കുകൊണ്ടും വർത്തമാനം കൊണ്ടും ബോഡി ലാംഗ്വേജ് കൊണ്ടുമൊക്കെ അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മെയ്വഴക്കം കൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കണ്ണൂർ ജില്ലയെ ഇത്രയും സമാധാനപരമായ ജില്ലയാക്കി മാറ്റിയതിനു പിന്നിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ മെയ്വഴക്കവും കഴിവും തന്നെയാണെന്നും കെ.വി. വേണുഗോപാൽ വ്യക്തമാക്കി. പോലീസിനോളം ജനങ്ങളെ സഹായിക്കാൻ മറ്റാർക്കും കഴിയില്ലെന്നാണ് വേണുഗോപാലിന്റെ പക്ഷം. അതിന് ഉദാഹരണം കാസർഗോഡ് വിജിലൻസ് DYSP ആയിരിക്കെ ആശ്രയമില്ലാത്ത ഒരു സ്ത്രീക്ക് അവരുടെ ഭൂമി വീണ്ടെടുക്കാൻ നടത്തിയ പരിശ്രമങ്ങളും കെ.വി. വേണുഗോപാൽ വിവരിച്ചു. 1936 മുതൽ ഭൂമി കൈവശം വെച്ച് വരുന്ന കുടുംബം, ആ കുടുംബത്തിന്റെ കൈവശത്തുള്ള പട്ടയം കിട്ടാൻ വേണ്ടി രാപ്പകലില്ലാതെ പോലീസ് സ്റ്റേഷനും അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസും കയറി ഇറങ്ങി മടുത്ത ഒരു കുടുംബം തൻ്റെ പരമ്പരാഗതമായി തനിക്ക് അവകാശപ്പെട്ട ഒരു ചെറ്റക്കുടിൽ ഉള്ള ഒരു വീട്, ആ വീട് പുതുക്കി പണി ലോൺ എടുക്കണമെങ്കിൽ ഭൂമിക്ക് പട്ടയമില്ല. ആ വീട്ടിൽ റിപ്പയർ ചെയ്യണമെങ്കിൽ മുനിസിപ്പൽ നമ്പർ കിട്ടണമെങ്കിൽ പട്ടയം വേണം. സാമ്പത്തികമായി മക്കളെ ചികിത്സയ്ക്ക് പൈസ വേണമെങ്കിൽ ഈ ഒരു ഭൂമിയേ ഉള്ളൂ, പട്ടയമില്ല. അങ്ങനെ ഒരു ദിവസം വില്ലേജ് ഓഫീസിൽ പോയപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞ സ്ഥലം കാണാം. ഓട്ടോറിക്ഷ പിടിച്ച്, ഓട്ടോറിക്ഷ കൊടുക്കാൻ പോലും കാശില്ലാത്ത പെൺകുട്ടിയാണ്, കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന കുടുംബമാണ്. ആ ഓട്ടോറിക്ഷയിൽ പോയി സംഭവ സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ വില്ലേജ് ഓഫീസർ തിരിച്ചു വന്ന് പറഞ്ഞത് ഇത് റോഡ് സൈഡിൽ, ടാർ റോഡ് സൈഡിലാണ് സ്ഥലം. ഒരു സെന്റ് സ്ഥലത്തിന് 35,000 രൂപയുണ്ട്. അതിനകത്ത് ചുരുങ്ങിയത് 35 ലക്ഷം രൂപകൾ കിട്ടും. അതിൽ 5 ലക്ഷം രൂപ എനിക്ക് തന്നാൽ ഞാൻ സോമോട്ടോ പ്രൊസീഡ് മുന്നോട്ട് വെക്കാമെന്ന് ആ വില്ലേജ് ഓഫീസർ പറഞ്ഞു. സ്ത്രീ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു പവനിൽ താഴെ വരുന്ന താലിമാല മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞു അത് പണയം വെച്ച് കിട്ടുന്ന പൈസ തന്നാൽ ഞാൻ നാളെ സോമോട്ടോ പ്രൊസീഡിംഗ് ഇറക്കി തരാം.
അത് വന്ന് ഈ സ്ത്രീ ഫോണിൽ സംസാരിക്കുന്നത് അവിടെയുള്ള അഗ്രികൾച്ചർ ഈ കൂലിപ്പണി അഗ്രികൾച്ചർ ഓഫീസർ എന്തോ ഈ സ്ത്രീ പോയതാണ്. അഗ്രികൾച്ചർ ഓഫീസർ കേൾക്കാനിടയായി. അദ്ദേഹം പറഞ്ഞു നമുക്ക് വിജിലൻസ് DYSP വിളിക്കാം. അവൻ എന്നെ വിളിച്ചു. അപ്പോൾ ഈ ലേഡി പറഞ്ഞു, സാർ നിങ്ങൾ അറസ്റ്റ് റിമാൻഡ് ചെയ്യാനല്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് ഭൂമിക്ക് പട്ടയമാണ് ഞങ്ങൾക്ക് ആവശ്യം. എനിക്ക് ഇവരെ അറസ്റ്റ് റിമാൻഡ് ചെയ്യാൻ എൻ്റെ ആവശ്യമില്ല, അത് നിങ്ങളുടെ ആവശ്യമായിരിക്കാം, എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമിയാണ് എങ്കിൽ ഏതറ്റം പോലെ നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തരാൻ ശ്രമിക്കാമെന്ന സ്ത്രീയോട് വാക്ക് കൊടുത്തു. അയാൾ റിമാൻഡ് ചെയ്തു. ഞങ്ങൾ വിജിലൻസ് കോടതി റിപ്പോർട്ട് കൊടുത്തു. മജിസ്ട്രേറ്റ് ജില്ലാ ജഡ്ജിയെ കണ്ടു. വിജിലൻസ് ജഡ്ജി ഒരു ഉത്തരവിട്ടു. ഒരു എൻക്വയറിക്ക് തഹസിൽദാർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തിന് എൻക്വയറി വിട്ട ശേഷം നമ്മൾ അതേസമയം തന്നെ ആ ഫയൽ അവിടെ നിന്ന് ചീഫ് സെക്രട്ടറിക്ക് പോയി ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നു. ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർ പറഞ്ഞു ഒരാഴ്ചക്കകം ഇതിൽ തീരുമാനം ഉണ്ടാകണം ചെയ്ത് കളക്ടർ പറഞ്ഞു. തിരിച്ച് നമ്മൾ കളക്ടറെ കണ്ടു. കളക്ടറെ കൊണ്ട് സംസാരിച്ച് ഈ പട്ടയത്തിനുള്ള പോസിറ്റീവ് റിപ്ലൈ ആ കളക്ടറെ കൊണ്ട് അവിടെ കളക്ടർ അദ്ദേഹത്തിന് ഈ എൻക്വയറി റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞു. തഹസിൽദാർ എൻക്വയറി റിപ്പോർട്ട് വന്നു. കളക്ടർ അത് അയച്ചു. വിശ്വസിക്കില്ല, ഒരു വർഷത്തിനകം ആ സ്ത്രീക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുമ്പോൾ ഇത് കേരള പോലീസിനുള്ള അംഗീകാരമായി നമുക്ക് കാണാൻ പറ്റും. പോലീസ് എന്ന പോലെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിനും ജനങ്ങളെ ഇങ്ങനെ നേരിട്ട് സഹായിക്കാൻ കഴിയില്ല. ദൈവം നമുക്ക് തന്ന ഒരു ഭാഗ്യമാണ് ഈ കുപ്പായമെന്ന് സഹപ്രവർത്തകരെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് KV വേണുഗോപാൽ. കണ്ണൂർ അഡീഷണൽ SP സ്ഥാനത്ത് നിന്നും സ്ഥാനക്കയറ്റം ലഭിച്ച് പോലീസ് സൂപ്രണ്ടായി കോഴിക്കോട് ക്രൈംബ്രാഞ്ചിലേക്ക് പോവുകയാണ് KV വേണുഗോപാൽ. കണ്ണൂർ പോലീസ് സൊസൈറ്റി ഹാളിൽ വേണുഗോപാലിന് കേരള പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും ചേർന്ന് നൽകിയ യാത്രയപ്പിലാണ് വേണുഗോപാൽ മനസ്സു തുറന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് വേണുഗോപാലിന് അസോസിയേഷന്റെ ഉപഹാരം നൽകി. തന്റെ കടമ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് KV വേണുഗോപാൽ എന്ന് കമ്മീഷണറും പറഞ്ഞു. നിയമത്തിന്റെ എല്ലാ വശങ്ങളും തലകീറി പരിശോധിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് വേണുഗോപാൽ. തന്റെ പഴയ അഭിഭാഷക കുപ്പായം അതിന് അദ്ദേഹത്തിന് തുണയാവുകയും ചെയ്തു. കാസർഗോഡ് ചീമേനി സ്വദേശിയായ വേണുഗോപാൽ SI ആയാണ് സർവീസ് ജീവിതം ആരംഭിച്ചത്. കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് എല്ലാ സ്റ്റേഷനുകളിലും SHO ആയി വേണുഗോപാൽ ഉണ്ടായിരുന്നു. എണ്ണമറ്റ കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. ഏത് കേസിലായാലും സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ പറ്റാവുന്ന എല്ലാ ഇടപെടലും നടത്തുന്നു എന്നതാണ് വേണുഗോപാലിനെ വേറിട്ട് നിർത്തുന്നത്. പോലീസ് സൂപ്രണ്ടായാലും താൻ തന്റെ നിലപാട് തുടരും എന്ന പ്രഖ്യാപനം കൂടിയാണ് അദ്ദേഹം നടത്തിയത്. യാത്രയപ്പ് ചടങ്ങിൽ KPOA സെക്രട്ടറി K. രാജേഷ് അധ്യക്ഷത വഹിച്ചു. KPA സെക്രട്ടറി V. സിനീഷ്, KV രാജേഷ്, VV സന്ദീപ് കുമാർ, T. പ്രജീഷ്, ST വിനു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.